ഓം തത്സത്. ശ്രീനാരായണ നീ പുരുഷോത്തമ ഗുരു നീ സിദ്ധബുദ്ധ നീ സ്കന്ദ വിനായക സവിതാ പാവക നീ ബ്രഹ്മവസ്തു നീ യഹോവ ശക്തി നീ യേശു പിതാ പ്രഭു നീ രുദ്രവിഷ്ണു നീ രാമകൃഷ്ണ നീ റഹീമതാവോ നീ വാസുദേവ ഗോവിശ്വരൂപിണി ചിദാനന്ദ ഹരി നീ അദ്വിതീയ നീ അകാല നിർഭയരാത്മലിംഗ ശിവ നീ. ഓം തത്സത്. ശ്രീനാരായണ നീ പുരുഷോത്തമ ഗുരു നീ. ഇത് ശ്രീ മന്നത്ത് പത്മനാഭൻ ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ ഒരു പ്രാർത്ഥന. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്ന ഗുരുദർശനത്തെ പ്രാവർത്തികമാക്കിയ മഹാനായ ആർ ശങ്കറിൻ്റെ 53-ാം ചരമവാർഷിക ദിനമാണല്ലോ ഇന്ന്. മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസത്തെ ഗ്രാമാന്തരങ്ങളിലേക്ക് കൊണ്ടുവന്ന ആർ ശങ്കർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ചിലതെങ്കിലും സ്മരണയിൽ വരുന്നത് അദ്ദേഹത്തോട് കാണിക്കുന്ന കടപ്പാടിൻ്റെയും നന്ദിയുടെയും സൂചകമാണ്. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്നാണ് ഹിന്ദുമണ്ഡലം രൂപീകരിച്ചത്. അന്ന് ഉമേനല്ലൂർ ശിവശങ്കര പിള്ളയായിരുന്നു രജിസ്ട്രാർ. ആർ ശങ്കർ KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ശിവശങ്കര പിള്ളയും മന്നത്ത് പത്മനാഭനും കൂടി ആർ ശങ്കറിന്റെ വീട്ടിൽ വന്ന് ഒരു ആവശ്യം ഉന്നയിച്ചു. ഹിന്ദുമണ്ഡലത്തിന്റെ ചുമതല ആർ ശങ്കർ ഏറ്റെടുക്കണം എന്നതായിരുന്നു ഇരുവരുടെയും ആവശ്യം. വൈമനസ്യം പ്രകടിപ്പിക്കാതെ തന്നെ ആർ ശങ്കർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. തുടർന്ന് അദ്ദേഹം 20,000 സർക്കുലർ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇത്രയും വേണമോ എന്ന് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ ഇത് തന്നെ തികയുകയില്ല, കാരണം ഇതിൽ കൂടുതൽ അംഗങ്ങളുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇത് കെട്ടിക്കിടക്കാനുള്ളതല്ല, എല്ലാം കൊടുത്തു തീർക്കണം എന്ന് താക്കീതും നൽകി. ആരെയും അനുനയസ്വരത്തിൽ അനുസരിപ്പിക്കുന്നതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അക്കാലത്ത് 5000 സർക്കുലറിൽ കൂടുതൽ ആരും പ്രിന്റ് ചെയ്യുമായിരുന്നില്ല. എന്നാൽ ആർ ശങ്കർ 20,000 സർക്കുലർ പ്രിന്റ് ചെയ്യിപ്പിക്കുകയും മുഴുവൻ കൊടുത്തു തീർക്കുകയും ചെയ്തത് പ്രശംസപാത്രമായി തീർന്നു. ഒരു കാര്യം ഏറ്റെടുത്താൽ ആത്മാർത്ഥമായി തന്നെ പണിയെടുക്കണമെന്ന ആർ ശങ്കറിന്റെ നിർദ്ദേശം ഏകദേശം പേരും ചെവിക്കൊണ്ടിരുന്നു. അധ്യാപകനായിരുന്നപ്പോൾ സാംസ്കാരിക സമ്മേളനങ്ങളുടെ ഉജ്ജ്വല പ്രഭാഷകൻ ആയിരുന്നു. ശിവഗിരി സ്കൂൾ വിട്ടിട്ട് ലോ കോളേജിൽ ചേർന്ന ആർ ശങ്കർ ഇന്ത്യൻ സ്വതന്ത്ര പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. കേരള കൗമുദി പത്രാധിപർ K. സുകുമാരനും ആർ ശങ്കറും ഒന്നിച്ച് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്നപ്പോഴും പ്രഭാഷണങ്ങളും മറ്റും നടത്തി ജയിൽവാസം രസകരമാക്കി തീർത്തിട്ടുണ്ട് എന്ന് പത്രാധിപർ K. സുകുമാരൻ അനുസ്മരിച്ചിട്ടുണ്ട്. മഹാകവി കുമാരനാശാന്റെ എല്ലാ കവിതകളും അദ്ദേഹം ഹൃദിസ്ഥമാക്കിയിരുന്നു. ഈ കവിതകൾ ഉറക്കെ ചൊല്ലി തന്നെ അദ്ദേഹം അനുഭൂതി കണ്ടെത്തിയിരുന്നു. ഏത് ഫംഗ്ഷന് പോയാലും ഏറ്റവും മുന്നിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ആരുടെയും ബേക്ക് കാണാനല്ല വരുന്നതെന്ന് ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടി നൽകിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ ദർബാർ ഹാളിൽ വിളിച്ചുകൂട്ടി അക്ഷോഭ്യനായി നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ചിലരെങ്കിലും ഇപ്പോഴും അയവിറക്കുന്നുണ്ടാവണം. തനിക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ തനിക്ക് ഉപരി എന്നതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. പുന്നപ്ര വയലാർ സമരരംഗത്ത് SNDP യോഗം കൗൺസിലിന്റെ തീരുമാനപ്രകാരം ആർ ശങ്കർ സ്വന്തം സമുദായ അംഗങ്ങളെ വലിയ വിപത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ശ്രമത്തെ അന്നത്തെ ദിവാൻജി ആയിരുന്ന സർ CP-യുടെ ചാരനായാണ് അന്നത്തെ സമര നേതാക്കൾ ചിത്രീകരിച്ചത്. ഇതിന്റെ നിജസ്ഥിതി കമ്മ്യൂണിസ്റ്റുകാരനായ ശ്രീ MK കുമാറിന്റെ ആർ ശങ്കർ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ ആർ ശങ്കർ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആയിരുന്ന കാലത്താണ് വേദനിക്കുന്നവന്റെ മനസ്സ് കണ്ടറിഞ്ഞ് വാർദ്ധക്യകാല പെൻഷനും വികലാംഗ പെൻഷനും കുഷ്ഠരോഗികൾക്ക് പെൻഷനും ഏർപ്പെടുത്തിയത്.
സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നവരെയും അവഗണിക്കപ്പെട്ടവരെയും ആർ ശങ്കർ മാറോട് ചേർത്തണച്ചപ്പോൾ ബഡ്ജറ്റ് എന്തെന്നും മലയാളികൾ തിരിച്ചറിഞ്ഞു. അങ്ങ് തൻ ശക്തി നശിക്കില്ലൊരിക്കലും, ഞങ്ങൾ തൻ ബാഹുശിരകളിലൂടവേ വിശ്വത്തെ വെല്ലുവാൻ ഉത്സുകമായതു വിപ്ലവ വീതിയായെങ്ങും പരന്നിടും. ഇത് MB അപ്പൻ്റെ വരികൾ. 1909 ജനിച്ച് 1972 നവംബർ 7 ഇഹലോകവാസം വെടിഞ്ഞ ആർ ശങ്കറിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ മനമലർ അർപ്പിച്ചുകൊണ്ട് ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.